അപ്പോൾ ഉലായിക അക്കൂട്ടർ ഹും അവർ തന്നെയാകുന്നു അൽ ആദൂൻ അതിരുവിട്ടവർ, പരിധിയെ ലംഘിച്ചവർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിലല്ലാത്ത ആരെങ്കിലും ലൈംഗിക ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പരിധി വിട്ടവരായിരിക്കുമെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിൻ്റെ ആദ്യത്തെ 3 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 4 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള ഈ സൂറത്ത്, ഇതിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹു പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത വചനങ്ങളിലും ഇതിൻ്റെ തുടർച്ചയാണ്, അഥവാ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ ബാക്കിയാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം വചനം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. 4 വചനങ്ങളാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച തജ്വീദിൻ്റെ നിയമം നമ്മൾ നോക്കണം. ഇവിടെ കഴിഞ്ഞ 3 ആയത്തുകളിലും അതേപോലെ തന്നെ ഈ 4 ആയത്തുകളും അവസാനിക്കുന്നത് ഫാഇലൂൻ, ഹാഫിദൂൻ, മലൂമീൻ, ആദൂൻ എന്നിങ്ങനെയാണ്. അഥവാ താൽക്കാലികമായ വഖഫ്, സുക്കൂന്, അതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരം വന്നാൽ അതിനെ നീട്ടിയാണ് നമ്മൾ ഓതേണ്ടത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിന് അൽമദ്ദുൽ ആരിൽ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ആവർത്തിച്ചു വരുന്ന തജ്വീദിൻ്റെ ഒരു നിയമം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വല്ലദീനഹും എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്ത വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നതാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ, അഥവാ സർവനാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്ന, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയുന്നതാണ് ഹും. അവൻ എന്നർത്ഥം പറയുന്നതിന് ഹു എന്നാണ് പറയുക. ഹുവ, അവൻ എന്ന് പറയും. സാധാരണ പണ്ട് മദ്രസയിലൊക്കെ സറഫ് പഠിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് സർവനാമങ്ങൾ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. ഹിയ എന്നത് സ്ത്രീ, അവൾ ഒരാൾക്കാണ് പറയുന്നത്. ഹുന്ന എന്നത് അവർ കുറേ സ്ത്രീകൾ എന്നാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീയാണ്. അൻതുമ എന്നത് സ്ത്രീക്കും പുരുഷനും 2 ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 പേർ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. അൻതും എന്ന് പുരുഷന്മാർക്കും അൻതുന്ന എന്ന സ്ത്രീകൾക്കും കുറേ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറയും. അന, ഞാൻ എന്നാണ്. നഹ്നു, ഞങ്ങൾ എന്നാണ്. ഇവിടെ ആവർത്തിച്ചു വരുന്നത് അൽ മുഅ്മിനൂൻ, വിജയം നേടിയ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതിനാൽ ആ വിശ്വാസികളെക്കുറിച്ച് ആണ് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹും, അവർ എന്നാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. വല്ലദീനഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ലിസ്സകാത്തി, സകാത്തിൻ്റെ വിഷയത്തിൽ ഫാഇലൂൻ, അവർ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥം വരിക? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ തങ്ങളുടെ സക്കാത്ത് പ്രവർത്തിക്കുന്നവരാണ്, അഥവാ തങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. ആര്? അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയം പ്രാപിച്ചതായ സത്യവിശ്വാസികൾ. അതാണ് അവരുടെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത്, അഥവാ തുടർന്ന് വരുമ്പോൾ 3-ാമത്തെ ഗുണം. 1-ാമത്തെ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൽ ഭയഭക്തി പാലിക്കലാണ്. 2-ാമത്തേത് അവർ അനാവശ്യങ്ങൾ വിട്ടു നിൽക്കുന്നവരാണ്. 3-ാമത്തേത് നമ്മൾ ഇന്ന് പഠിക്കുന്ന 1-ാമത്തെ ഗുണം, അത് അവർ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. 4-ാമത്തെ ഗുണം വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ. വല്ലദീനഹും, അക്കൂട്ടർ യാതൊരു കൂട്ടരാകുന്നു. ലി ഫുറൂജിഹിം,
ഫർജ് എന്ന പദത്തിൻ്റെ ജം ആണ് ഫുറൂജ്, അഥവാ ലൈംഗികാവയവം എന്നാണ് ഫർജ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഭാഷാപരമായിക്കൊണ്ട് പുരുഷ ലൈംഗികാവയവമാണെങ്കിൽ ദക്കർ എന്നും സ്ത്രീയുടേതാണെങ്കിൽ ഫർജ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ പൊതുവെ ലൈംഗികാവയവം, ഗുഹ്യാവയവം, രഹസ്യഭാഗം എന്ന അർത്ഥം ഉപയോഗിക്കുന്നതിന് ഫർജ് എന്ന പദമാണ് പൊതുവായി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പൊതു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾ പൊതുവെ എല്ലാവരും ഫുറൂജിഹിം, അവരുടെ ഫുറൂജുകളെ അഥവാ അവരുടെ ലൈംഗികാവയവങ്ങളെ, ഗുഹ്യാവയവങ്ങളെ, ഹാഫിദൂൻ, അതിനെ അവർ സംരക്ഷിക്കുന്നവരാണ്, കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നാണ് അർത്ഥം. അഥവാ ലൈംഗികമായ വിശുദ്ധി കൈവരിക്കുന്ന, അശുദ്ധി ലൈംഗികമായ രൂപത്തിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരായിരിക്കില്ല അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ലൈംഗികാവയവം സൂക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ ലൈംഗികാവയവം ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വിജയം വരിച്ച സത്യവിശ്വാസികൾ അവരുടെ ലൈംഗികാവയവം അവർക്ക് അനുവദിക്കപ്പെട്ടതായ മേഖലകളിൽ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അതേതാണ്? ഇല്ല അല അസ്വാജിഹിം, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പോൾ തൊട്ടു മുമ്പ് അവർ തങ്ങളുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കും, അഥവാ ഒരു തരത്തിലും ലൈംഗികാവയവം അവർ പ്രവർത്തിക്കുകയേ ഇല്ല എന്നർത്ഥമാണ്, കാത്തു സൂക്ഷിക്കുന്ന. എന്നാൽ കാത്തു സൂക്ഷിക്കാതിരിക്കുന്നത് എവിടെയാണ്? അത് അനുവദിക്കപ്പെട്ട മേഖല, ഇല്ല ഒഴികെ. ഏതിലാണത്? അല അസ്വാജിഹിം, അവരുടെ അസ്വാജുകളുടെ മേൽ. അസ്വാജിഹിം, നേരത്തെ ഫുറൂജി ഹിം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പദത്തിലേക്ക് ഹിം എന്ന് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഹും എന്ന് ചേർക്കുമ്പോൾ അവരുടേത് എന്ന അർത്ഥത്തിലാണ് കിട്ടുക. അസ്വാജിഹിം, സൗജ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. അപ്പോൾ അസ്വാജിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾ എന്നർത്ഥം. സൗജ എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഭാഷാപരമായിക്കൊണ്ട് ഇണകൾ എന്ന ഉദ്ദേശത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും സൗജ എന്ന് പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഖലഖന സൗജൈൻ ഇസ്നൈൻ എന്ന് ഇരട്ട ഇണകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇണകൾ അല്ലെങ്കിൽ രണ്ട് എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുരുഷന്, ഭർത്താവിനാണ് സൗജ എന്ന് പറയുക. ഭാര്യക്കാണെങ്കിൽ അതിലേക്ക് താ ചേർത്ത് സ്ത്രീലിംഗമായി പ്രയോഗിച്ച് സൗജത്ത് എന്ന് പറയും. പൊതുവെ സൗജ എന്ന് പറഞ്ഞാൽ ഇണ എന്ന അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയും. അപ്പോൾ ഇല്ല അല അസ്വാജിയും, അവരുടെ ഇണകളിൽ മാത്രമായിരിക്കും അവർ അവരുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നത്. ഇനി അവർക്ക് ലൈംഗികാവയവം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ലൈംഗികാവയവം ഉപയോഗിക്കാത്ത മറ്റൊരു മേഖല ഏതാണ്? മലക്കത്ത് ഐമാനുഹും. മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നാണ്. മലക്കത്ത്, അവർ ഉടമപ്പെടുത്തിയിരിക്കുന്നു, അഥവാ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നു. ഒരു സ്ത്രീ ഉടമപ്പെടുത്തിയിരിക്കുന്നു ഐമാനുഹും, അവരുടെ വലത് കൈ, അഥവാ പുരുഷന്മാർ അവരുടെ വലത് കൈ ഉടമപ്പെടുത്തിയ, ഏതൊരു സ്ത്രീയാണ് അവരുടെ വലത് കൈ ഉടമപ്പെടുത്തിയത് അഥവാ വിശ്വസിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായി വലത് കൈ ഉടമപ്പെടുത്തിയതായ അടിമകൾ എന്ന അർത്ഥത്തിലാണ്. പണ്ടുകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ലോകത്തെവിടെയും അടിമ സമ്പ്രദായം നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. അവിടെ അടിമകൾ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ മേലും ലൈംഗിക അവയവങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. ഈ രണ്ടു മേഖലകൾ മാത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏരിയകൾ. എന്നാൽ ആ രണ്ട് കാര്യം ഉപയോഗിക്കുന്നുവെങ്കിൽ ഫ ഇന്നഹും, അപ്പോൾ അവർ, ഫ എന്നത് ഒരു കാര്യം പറഞ്ഞ ശേഷം അതിലേക്ക് ചേർത്തിക്കൊണ്ട് അപ്പോൾ അതിനെ തുടർന്ന് എന്ന രൂപത്തിൽ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫ ഇന്നഹും. അപ്പോൾ അവർ ഗൈറു മലൂമീൻ, അവർ മലൂമുകളല്ല. മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ എന്നർത്ഥം. ആക്ഷേപാർഹൻ, മലൂമി എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹർ, ജംആയി ബഹുവചനമായി. ഗൈറു മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ അല്ലാത്തവർ. അപ്പോൾ തങ്ങളുടെ ഇണകളിലും വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലും തങ്ങളുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ആക്ഷേപാർഹരാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മേഖലകൾ ലൈംഗികാവയവം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടതായ മേഖലകളാണ്. എന്നാൽ അതിനപ്പുറത്ത് പോയാലോ? ഫമൻ, അപ്പോൾ ഏതൊരുവനാണ് ഇബ്തഗ ആഗ്രഹിക്കുന്നത്, വറാ ദാലിക, അതിന് പുറമേയുള്ളത്. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പുറമേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. വറാ ദാലിക, അതിന് പുറമെ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഫ, അപ്പോൾ ഉലൈക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാകുന്നു അൽ ആദൂൻ, അതിരുവിട്ടവർ, പരിധിയെ ലംഘിച്ചവർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിലല്ലാത്ത ആരെങ്കിലും ലൈംഗിക ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പരിധി വിട്ടവരായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടു ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്ന്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് സത്യവിശ്വാസികളെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി നിശ്ചയിച്ച കാര്യമാണ് സക്കാത്ത് എന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഖദ്ദം അലാ ഖൗമിൻ അഹ്ലി കിതാബ്, അഹ്ലി കിതാബിൽപ്പെട്ട ഒരു ഖൗമിനെ നീ മുന്നിടാൻ പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നീ എന്ത് പറയണം? ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലത്തിഹിം, രാവിലും പകലുമായി 5 നേര നമസ്കാരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് നീ അവരെ പഠിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം സത്യവിശ്വാസികൾ, വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി പഠിപ്പിച്ച നിസ്കാരത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ആ നമസ്കാരം അവർ നിലനിർത്താൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അങ്ങനെ അവർ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നെ അവരോട് പറയേണ്ട കാര്യം എന്താണ്? ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണമെന്നാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പത്തിൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത്. സ്വതക്ക നമുക്കറിയാം. സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് ദാനധർമ്മം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സ്വതക്ക എന്ന പദം സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ പ്രയോഗിച്ചത് കാണാൻ വേണ്ടി സാധ്യമാകും. ഭാഷാപരമായി അല്ലെങ്കിൽ സാങ്കേതികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും പ്രവാചകൻ ഹദീസിലെ ചില വചനങ്ങളിലുമൊക്കെ സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ സ്വതക്ക എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആ വചനങ്ങൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പൊതുവേ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് ഐച്ഛികമായ നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങളാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ദാനധർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് സക്കാത്ത്. പക്ഷേ സക്കാത്ത് വളരെ എളുപ്പമാണ്. ലോകത്ത് എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവരും കൊടുക്കേണ്ടതില്ല. ആരാണ് കൊടുക്കേണ്ടത്? സമ്പത്തുള്ള ആളുകളാണ്. സമ്പത്തുള്ള എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവരും കൊടുക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചതായ ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്തുകൾക്ക് മാത്രമാണ് സക്കാത്തുള്ളത്. ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, ഒരാളുടെ ക്യാഷ്, പണം, അതേപോലെ തന്നെ കൃഷി വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ തുടങ്ങിയതിനൊക്കെയാണ് സക്കാത്തുള്ളത്. ഇതല്ലാത്ത സക്കാത്ത് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരാൾക്ക് കുറേ ഉണ്ട്. ഒരാൾക്ക് കുറേ വീടുണ്ട്, ഒരാൾക്ക് കുറേ കാറുകളുണ്ട്, ഒരാൾക്ക് വജ്രമുണ്ട് തുടങ്ങിയതായിട്ടുള്ള സക്കാത്ത് നിർബന്ധമല്ലാത്തതായ കാര്യങ്ങൾ, സ്ഥലമുണ്ട്. ഇതൊന്നും സാധാരണ പ്രോപ്പർട്ടിയെ വാങ്ങി വെച്ച സംഗതികളാണ് എങ്കിൽ അതിനൊന്നും സക്കാത്ത് അത് നിശ്ചയിച്ചിട്ടില്ല. ഇനി ഈ നിശ്ചയിക്കപ്പെട്ട ഐറ്റംസ് സക്കാത്ത് അത് ഉള്ള ആളുകൾ എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? അതും കൊടുക്കേണ്ടതില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നോൺ ടാക്സബിൾ ആയ എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ഏരിയകൾ. അതിനപ്പുറത്തേക്ക് പോയവർ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്വർണത്തിന് 85 ഗ്രാമാണ് ഹദീസിൽ വന്ന പ്രയോഗം അനുസരിച്ചുള്ള നിസാബ്. വെള്ളിയാണെങ്കിൽ 595 ഗ്രാമാണ്. അതേപോലെ പിന്നെ ക്യാഷ് ആണെങ്കിൽ വെള്ളി, സ്വർണം ഇതിൻ്റെ എമൗണ്ടിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞത് ആദ്യം എത്തുന്നത് അതാണ് ക്യാഷിൻ്റേത്. ഇപ്പോൾ നിലവിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായതാണ് നിലവിൽ കുറവ്. കാരണം 595 ഗ്രാം വെള്ളിക്ക് 1 ലക്ഷത്തിൽ ചില്ലാനം പണം മാത്രമാണുള്ളത്. എന്നാൽ ഒരു പവൻ സ്വർണത്തിന് തന്നെ 1 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇപ്പോൾ 10.5 പവനാണ് ഏകദേശം 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 10യിലും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു പവന് തന്നെ 1 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാകുമ്പോൾ 10.5 പവനാകുമ്പോൾ 10 ലക്ഷത്തിൻ്റെയും മുകളിലുള്ള ആളുകളാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്തുന്ന പരിധി സ്വർണത്തിൻ്റെ അല്ല വെള്ളിയുടേതാണ്. ഇനി ഭാവിയിൽ നേരെ തിരിച്ചു വരികയാണ്, വെള്ളിക്ക് കൂടുതലും സ്വർണത്തിന് കുറവുമായാൽ അന്ന് വെള്ളിയായിരിക്കും അത് നിസാബ് എന്നുള്ളത്. അപ്പോൾ ഈ നിസാബ് എന്നാണ് ഒരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പരിധി. അതിനപ്പുറത്ത് പോയാൽ മാത്രമാണ് കൊടുക്കേണ്ടത്. അതിനിപ്പുറത്തെ കൊണ്ടെങ്കിൽ നൽകേണ്ടതില്ല. കയ്യിലുള്ള ക്യാഷ് ഞാൻ പറഞ്ഞ രൂപത്തിൽ, കച്ചവട വസ്തുക്കളും അതേ രൂപത്തിൽ തന്നെയാണ്. സമാനമായ രൂപത്തിൽ ഓരോന്നിനും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്തെത്തിയാൽ അള്ളാഹു നിശ്ചിത കണക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണം, വെള്ളി, പണം, കച്ചവടം ഒക്കെ 2.5%. കൃഷിയാണെങ്കിൽ 5ഉം 10ഉം 7.5% നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ഈ സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹലാലാകുന്നത്. അഥവാ ഒരാൾ 2.5% സക്കാത്ത് കൊടുത്താൽ അയാളുടെ ബാക്കി 97.5% സമ്പത്തും ഹലാലായി. ഇനി 2.5% ഒരാൾ പരിപൂർണമായും കൊടുത്തിട്ടില്ലെങ്കിലോ 2% മാത്രം കൊടുത്തു, 1% മാത്രം കൊടുത്തു, തീരെ കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ 100% സമ്പത്തും ഹറാമാണ്. ഈ ഹറാമായ സമ്പാദ്യം ഒരാൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ തീറ്റിക്കുന്നത് ഹറാമാണ്. അത്തരം ഹറാമായ സമ്പാദ്യം തീറ്റിച്ച് കഴിഞ്ഞാൽ ഈ ആളുകളുടെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമ് തിന്നുന്നവരുടെ അതുകൊണ്ട് കൊഴുത്ത ശരീരം ഒരിക്കലും പുഷ്ടിപ്പെടുകയില്ല. അതുകൊണ്ട് ഹറാമിനെ, സമ്പത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുത്തുവിടും. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തുവിടും. അവർക്കൊരു മടിയിൽ അത് കൊടുക്കുന്ന വിഷയത്തിൽ. തനിക്ക്
എത്ര സമ്പത്തുണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തിക്കഴിഞ്ഞാൽ അത് കൊടുത്തു വീട്ടാൻ ഇത്തരം ആളുകൾക്ക്, വിശ്വാസികൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അവർക്ക് മാത്രമാണ് വിജയമുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി നാലാമത്തെ ഗുണമായി പഠിപ്പിക്കുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ ഫമൻ ഇബ്തഗാ വറഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ എന്നാണ്. അഥവാ ലൈംഗിക സദാചാരം പാലിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏറെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു അവയവമാണ് ലൈംഗിക അവയവം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യദ്മനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മന ലഹുൽ ജന്ന. ആരാണോ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനും രണ്ട് തുടകൾക്ക് ഇടയിലുള്ളതിനും എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അവന് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കാം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ സദാചാരം, തൻ്റെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നത് ഏറ്റവും ഗുണമുള്ള വിഷയമാണ്. അത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തെന്മയിലേക്ക് നയിക്കുന്ന കാര്യവും തൻ്റെ ലൈംഗികാവയവമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ ഇല്ലാതിരിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചു. വലാ തഖറബു സിന, നിങ്ങൾ സിനയെ, വ്യഭിചാരത്തെ ഒരു നിലക്കും നിങ്ങൾ അടുത്തു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. ആ സിനയിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യത്തെയും പ്രവാചകൻ നിരോധിച്ചു. കണ്ണുകൾ വ്യഭിചരിക്കും, കാതുകൾ വ്യഭിചരിക്കും, കൈകൾ വ്യഭിചരിക്കും, കാലുകൾ വ്യഭിചരിക്കും എന്ന് പ്രവാചകന് പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ നോട്ടമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ കേൾവിയാണ്, അതേപോലെ കൈകൾ കൊണ്ടുള്ള മോശമായ പിടുത്തമാണ്, കാലുകൾ അതിലേക്കുള്ള നടത്തമാണ് എന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഒരാൾ മോശം കാണുകയും കേൾക്കുകയും പറയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ തൻ്റെ ലൈംഗികാവയവം കൊണ്ട് ചെയ്യുന്ന ഹറാമിലേക്ക് അവനെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയം. അതുകൊണ്ട് തന്നെ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ലൈംഗികമായ തിന്മകൾ ഒരു അന്യ പെണ്ണുമായി കൊണ്ട് അനാവശ്യമായി സംസാരിക്കുന്ന, കുഞ്ചിക്കൊഴിയുന്ന അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത്തരം അവസ്ഥകൾ ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. സ്വയംഭോഗം പോലെ, സ്വവർഗഭോഗം പോലെ, വ്യഭിചാരം പോലെ ഒന്നും ഒരു വിശ്വാസം ചെയ്യുന്നവനായിരിക്കില്ല. അവനാകെ അള്ളാഹു അനുവദിച്ച രൂപത്തിലേക്ക് അവന് പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ യുവാക്കളായ ആളുകൾ അവർക്ക് ലൈംഗികമായ ആവശ്യം പൂർത്തീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ പോച്ചാൻ കഴിവുണ്ടെങ്കിൽ അവൻ ഷബാബ് മനിസദാ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പ്രവാചകൻ പറഞ്ഞു. അതെന്താണ്? ഫഇന്നഹു അഗ്ളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി അതിനെ ഒരു പെണ്ണിനെ പോച്ചാനും മാത്രമുള്ള കഴിവ് ഒരാൾക്കില്ല എന്നുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, എങ്കിൽ അവൻ്റെ ലൈംഗിക ചിന്തകളെ ആ നോമ്പ് കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമിലേക്ക്, ലൈംഗികമായി തിന്മയിലേക്ക് പോകുവാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൽപ്പന, വിശ്വാസികളുടെ ഗുണമായിട്ടാണ് അല്ലാഹു അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈംഗികമായ അനാസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നാണ് ആ പ്രാർത്ഥന. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ നേർമാർഗത്തെ, വത്തുഖ തഖ്വയെ, വൽ അഫാഫ് ലൈംഗികമായ ചാരിത്രശുദ്ധിയെ, വൽ ഗിന ഐശ്വര്യത്തെ, സമ്പന്നതയെ, ഈ 4 കാര്യങ്ങൾ പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുക. ഹറാമിലേക്ക്, തിന്മയിലേക്ക്, ലൈംഗികമായ തോന്നലുകളിലേക്ക് ഒരിക്കലും പോകരുത്. അത്തരം കാഴ്ചകളും അത്തരം കേൾവികളും അത്തരം തോന്നലുകളൊക്കെ നമ്മൾ പരിപൂർണമായും മാറിഞ്ഞിരിക്കണം. സംഗീതം കേൾക്കുക, സിനിമ കാണുക, അന്യ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക തുടങ്ങിയതൊക്കെ ഒരു വിശ്വാസി മാറി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിന്ന് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗികമായ സംശുദ്ധി കൈവരിക്കാൻ നമ്മൾ പരിശ്രമിക്കാതെ വിജയം വാരിച്ച വിശ്വാസികളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 4 ആയത്തുകളിൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, വല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ, അവർ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരായിരിക്കും. രണ്ടാമത്തേത്, ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗിക ശുദ്ധി കൈവരിക്കുന്നവരായിരിക്കും. അത് തൻ്റെ ഭാര്യയിലും തൻ്റെ ഇണകളിലും അതേപോലെ വലങ്കയോട് ഉൾപ്പെടുത്തിയ അടിമകളിലും മാത്രമാണ് അവർ ഉപയോഗിക്കുക. അതല്ലാത്തതെല്ലാം അവനെ വഴികേടാണ് എന്ന് പഠിപ്പിക്കുന്നു. സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.